Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ടേബിളിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറേയധികം പുതിയ ആപ്പിൾ അപ്ഡേറ്റുകളും ന്യൂസുകളും തന്നെയാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് കാണുക. കുറേയധികം കിടിലൻ ന്യൂസുകൾ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതേപോലെ റെഗുലർ ആയിട്ട് എല്ലാ വീക്കിലും നിങ്ങൾക്ക് ആപ്പിൾ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ഒരേ ഒരു സിമ്പിൾ കാര്യം ചെയ്താൽ മതി. ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മതി. സോ ദിസ് ഇസ് യബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. തുടങ്ങാൻ നമ്മുടെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 18.4 ഒരു പുതിയ ബേറ്റ ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ നമുക്ക് ഈ പറഞ്ഞ ആപ്പിൾ ഇന്റലിജൻസിന്റെ ഫീച്ചർ, കുറേയധികം കൺട്രോൾ സെന്ററിന്റെ ഫീച്ചർ, അങ്ങനെ കുറേയധികം ഫീച്ചേഴ്സ് ജാം പാക്ക് ചെയ്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽഡ് കംപ്ലീറ്റ് വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതോടൊപ്പം iPhone 17 പ്രോന്റെ ഒരു അപ്ഡേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ iPhone 17 പ്രോ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്പെക്ക് ഉണ്ടാവുന്നതും അതേപോലെ കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ടാവുന്ന ഒരു ഡിവൈസ് ആണ്. പക്ഷെ അതിൽ ഇപ്പോഴും നമുക്ക് വരാൻ പോകുന്നത് ഒരു 35 വാട്ടിന്റെ ചാർജിങ് സ്പീഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഒരു സ്പീഡ് ലിമിറ്റ് അല്ലെങ്കിൽ ഒരു 40, 45, 50 എന്ന് പറഞ്ഞ സ്പീഡ് ലിമിറ്റ് ഇപ്പോഴും ആപ്പിൾ അച്ചീവ് ചെയ്തിട്ടില്ല, അച്ചീവ് ചെയ്യാനായിട്ട് പോയിട്ടുമില്ല. സോ നമുക്ക് ഈ ഒരു വട്ടം 2025 iPhone 17 പ്രോ സീരീസിൽ വരാൻ പോകുന്നത് 35 വാട്ടിന്റെ ഒരു സ്പീഡ് ലിമിറ്റ് ആയിരിക്കും. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് MLS അഥവാ മേജർ ലീഗ് സോക്കർ എന്ന് പറയുന്ന നമ്മുടെ മെസ്സിയൊക്കെ കളിക്കുന്ന ഇന്റർ മയാമിയുടെ ഒരു ഗെയിം ഉണ്ടല്ലോ. ആ ഒരു ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ സ്ട്രീമിംഗ് പാർട്ണറായിട്ട് നിൽക്കുന്നത് ആപ്പിളാണ്. സോ ഈ കളിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ MLS കളിക്കുന്ന എല്ലാ ടീമുകളുടെയും ജേഴ്സിയിൽ ആപ്പിളിന്റെ ലോഗോ ഉണ്ടാവും. ഏകദേശം 30 ജേഴ്സിയിൽ 30 ലോഗോ ആയിരിക്കും ആപ്പിളിന്റെ വരാൻ പോകുന്നത്. സോ ഈ പറഞ്ഞ ജേഴ്സിയിൽ വരാൻ പോകുന്ന ആപ്പിൾ ലോഗോയിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് വരുന്ന ഒരു ആപ്പിൾ ലോഗോ ഏതാണ്? നിങ്ങൾ നമ്പർ വൈസ് ജസ്റ്റ് നമ്മുടെ വീഡിയോ തൊട്ട് താഴത്തെ കമന്റ് ചെയ്യുക. കുറച്ചധികം ഒരു ഇന്ററാക്റ്റീവ് ആയിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് കൊണ്ടുപോകാൻ പറ്റും. അതോടൊപ്പം iPhone 17 17 എയറിലും ഉപയോഗിക്കാൻ പോകുന്നത് കൊണ്ടുവരാൻ പോകുന്ന ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയറിൽ കൊണ്ടുവന്ന iPhone 16 പ്രോയിലേക്ക് കൊണ്ടുവന്ന OLED ഡിസ്പ്ലേ ടെക്നോളജി ആയിരിക്കും. വിച്ച് മീൻസ് iPhone 17 സീരീസ് കംപ്ലീറ്റ് ആയിട്ടും പ്രോ മോഷൻ 120 ഹെഡ്സിന്റെ ആ ഒരു ഡിസ്പ്ലേ റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഡിസ്പ്ലേ ക്വാളിറ്റിയിലേക്ക് റേസ് ആകാൻ പോവാന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട്. ഞാൻ തുടങ്ങുന്ന തന്നെ അപ്ഡേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ iOS 18.4 ഒരു ബേറ്റ വന്ന കാര്യം പറഞ്ഞു. ഈ ഒരു ബേറ്റിൽ നമുക്ക് പുതിയ സിറി അഥവാ നമ്മുടെ ഈ പറഞ്ഞ പേഴ്സണൽ കോണ്ടാക്റ്റും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിറി ഇപ്പോഴും വന്നിട്ടില്ല. സോ ആപ്പിൾ ഓൾറെഡി iOS 18.5 ആ ഒരു ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു അപ്ഡേഷനിലായിരിക്കും ഈ പറഞ്ഞ സിറിയുടെ ഒരു വലിയ ഒരു ഓവർ ഹള്ള് കൊണ്ടുവരാൻ പോകുന്നത്. ആ ഒരു അപ്ഡേഷനിൽ തന്നെ ആയിരിക്കും സിറിയുടെ വലിയ മാറ്റവും വരാൻ പോകുന്നത്. iOS 19 വരുമ്പോൾ ഈ പറഞ്ഞ LLM അഥവാ ലാർജ് ലാംഗ്വേജ് മോഡലിലേക്ക് സിറി മാറും. ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ChatGPT ഒക്കെ റെസ്പോൺസ് ചെയ്യുന്ന അല്ലെങ്കിൽ ChatGPTയോട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റെസ്പോൺസും ഒരു ഹ്യൂമൻ നേച്ചറും ഹ്യൂമൻ റെസ്പോൺസൊക്കെ ഉണ്ട്. അതേപോലെ ഒരു ഹ്യൂമൻ ഫ്രണ്ട്ലി റെസ്പോൺസ് ആയിരിക്കും ഇനി മുതൽ ആപ്പിളിന്റെ സിറിയിൽ നിന്നും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. വിച്ച് മീൻസ് അത് നല്ലൊരു കാര്യം തന്നെയാണ്. കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സംസാരിക്കാൻ ഈ പറഞ്ഞ സിറി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിച്ച് മീൻസ് എ ഗുഡ് തിങ്. അതോടൊപ്പം ഈ പറഞ്ഞ സിറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പുതിയ ഒരു iPhone 16 ലൈനപ്പ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. iPhone 16e എന്നാണ് ആ ഒരു ഡിവൈസിന്റെ പേര്. ഞാൻ അതിനൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി നമ്മുടെ ഈ ന്യൂസിൽ പറഞ്ഞായിരുന്നു iPhone 16e അല്ലെങ്കിൽ iPhone SE എന്നായിരിക്കും പേര് വരാൻ പോകുന്നത്. iPhone 16e എന്ന പേരിലാണ് ഈ ഒരു ഡിവൈസ് വന്നിരിക്കുന്നത്. ഇതിൽ 59,000 രൂപയാണ് ബേസ് വേരിയന്റ് എന്ന് പറയുന്നത്. 128 GB നമുക്ക് വരുന്നുണ്ട്. പക്ഷേ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് ഒരു എന്താ പറയുക 16e എടുക്കുന്നതിനെക്കാട്ടും നല്ലത് റീഫർബിഷ്ഡോ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ഒരു 15 Pro എടുക്കുന്നതാണ്. 15 Pro അല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് ഇടാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു 16 എടുക്കുക. 20,000 രൂപ ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ചില ഷോപ്സിലൊക്കെ ഒരു 8,000 രൂപ അല്ലെങ്കിൽ 10,000 റുപ്പീസിൻ്റെ ഒക്കെ ഡിഫറൻസിൽ ഇപ്പം iPhone 16 ലഭിക്കും 128 GB. സോ 16e നല്ലത് 16 ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പേഴ്സണൽ പ്രിഫറൻസ് അനുസരിച്ച് മാറാം. അത് പറയാനും കുറച്ച് കാരണമുണ്ട്. iPhone 16e നമുക്ക് ആക്ഷൻ ബട്ടൺ ട്രിഗർ ചെയ്തുകൊണ്ട് വിഷ്വൽ ഇന്റലിജൻസ് വരുന്നുണ്ട്. ഓൾറെഡി അത് ട്രെയിലറിലുണ്ട്. അതുകൊണ്ട് തന്നെ 15 പ്രോയിൽ ഈ പറയുന്ന വിഷ്വൽ ഇന്റലിജൻസ് വരുന്നുണ്ട്. iOS 18.4 വിഷ്വൽ ഇന്റലിജൻസ് iPhone 15 Pro ആൻഡ് 15 Pro Maxലും വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി ആ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ ഒരിക്കലും ഒരു
എന്താ പറയുക 15 Pro അല്ലെങ്കിൽ 15 Pro Max എടുക്കുന്നതാണ് 16E ബെറ്റർ എന്ന് ഓൾറെഡി ആ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു വിഷ്വൽ ഇന്റലിജൻസ് ആ ഒരു ഡിവൈസിലും വരുന്നുണ്ട്. സോ അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 15 Pro അല്ലെങ്കിൽ 15 Pro Max എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഭേദം. ആൻഡ് iPhone 16e എന്നാണ് പേരില്ലേ, ആ ഇ സ്റ്റാൻഡ്സ് ഫോർ എന്താണെന്നറിയാവോ? കുറെ പേര് പറയുന്നത് അത് ഒരു എഡിഷൻ എന്നുള്ള പേരിലാണ്. SE സ്പെഷ്യൽ എഡിഷൻ എന്ന് പറയുന്നത് 16E സ്റ്റാൻഡ്സ് ഫോർ 16 എഡിഷൻ എന്ന് പറയുന്നുണ്ട്. കുറച്ചു പേര് പറയുന്നത് 16 എക്കണോമിക് എന്ന് പറയുന്നുണ്ട്. അതേപോലെ 16 everyone എന്ന് പറയുന്നുണ്ട്. ആപ്പിൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല രീതിക്ക് തിങ്ക് ചെയ്ത് ആ ഓരോ പേരുകളും ഓരോരോ ആൽഫബറ്റ്സും അതനുസരിച്ച് റെപ്രസെന്റ് ചെയ്താണ് ഇടാറ്. ഇവിടെ നമുക്ക് iPhone 3GS ഒരു പേരെടുക്കാം. വാട്ട് ഈസ് iPhone 3GS എന്ന് ചോദിച്ചാൽ 3GS സ്റ്റാൻഡ്സ് ഫോർ സ്പീഡ്. അതാണ് S സ്റ്റാൻഡ്സ് ഫോർ സ്പീഡ്. iPhone 4S, iPhone 6S ഇതൊക്കെ സ്പീഡ് എന്ന് പറഞ്ഞ ആ ഒരു വേരിയന്റിലേക്കാണ് മാറിപ്പോയത്. പിന്നീട് iPhone 5C എന്ന് പറയുന്നുണ്ട്. 5C ഈ ബാക്കിലിരിക്കുന്ന iPhone 5C. 5C സ്റ്റാൻഡ്സ് ഫോർ കളർഫുൾ എന്നാണ്, അല്ലാതെ ചീപ്പ് എന്നല്ല. കുറെ പേര് പറഞ്ഞു ഒരു ചീപ്പ് എഡിഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ 5C എന്ന് പറയുമ്പോൾ ക്യാഷ് കുറവായിരുന്നു, പ്ലാസ്റ്റിക് ബോഡി. സോ അത് ചീപ്പ് എന്ന വേരിയന്റിൽ കുറെ പേര് അറിയുന്നുണ്ട്. പക്ഷേ ഇറ്റ്സ് കോൾഡ് iPhone 5C സ്റ്റാൻഡ് ഫോർ iPhone 5C അല്ലെങ്കിൽ കളർഫുൾ എന്നാണ്. അതേപോലെ മാക്കിൻതോഷിലാണ് SE എന്ന് പറഞ്ഞ വേരിയന്റ് വരുന്നത്, സ്പെഷ്യൽ എഡിഷൻ. ഐഫോണിൽ വന്നപ്പോഴും അത് ഈ പറയുന്ന SE സ്പെഷ്യൽ എഡിഷൻ എന്നുള്ള പേരിൽ തന്നെ വന്നു. വാച്ചിലും SE എന്ന് പറയുന്നത് സ്പെഷ്യൽ എഡിഷൻ എന്നുള്ള പേരിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. സോ ഈ ഓരോ പേരുകൾക്കും ഓരോ മീനിങ്, അല്ലെങ്കിൽ ഓരോ ആൽഫബറ്റ്സിനും ഓരോ മീനിങ് അനുസരിച്ച് തന്നെയാണ് ആപ്പിൾ ഇട്ടിരിക്കുന്നത്. സോ E എന്ന് പറയുന്നത് മിക്കവാറും എഡിഷൻ ആവാനാണെന്നാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ, അല്ലെങ്കിൽ എൻ്റെ ഒരു നിഗമനത്തിൽ. iPhone E സ്റ്റാൻഡ്സ് ഫോർ iPhone 16 എഡിഷൻ എന്നാണ്. അതോടൊപ്പം അടുത്ത വന്ന അപ്ഡേറ്റ് എന്ന് പറയുന്നത് വിഷൻ പ്രോയിലേക്ക് ആപ്പിൾ ഇന്റലിജൻസും കൂടെ വരാൻ പോവുകയാണ്. പുതിയ വിഷൻ OSന്റെ പുതിയ അപ്ഡേഷനിലൂടെ ഈ ഒരു ആപ്പിൾ ഇന്റലിജൻസും കംപ്ലീറ്റ് ആയിട്ട് വിഷൻ പ്രോയിലേക്ക് വരും. സോ പ്രൊഡക്റ്റീവ് ലൈനപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയാണ് ആപ്പിൾ വിഷൻ OSലേക്കും കൂടെ ആപ്പിൾ ഇന്റലിജൻസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഐഫോൺ, ഐപാഡ്, മാക്ബുക്ക് ഈ പറഞ്ഞ വിഷൻ പ്രോയും കൂടെ ആകുമ്പോൾ ഒരു ടോപ്പ് നോച്ച് ലൈൻ എന്ന് പറയുന്നത് ആപ്പിൾ ഇന്റലിജൻസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയായിരിക്കും. അടുത്തൊരു ന്യൂസ് എന്ന് പറയുന്നത് 2026 യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വരാൻ പോകുന്ന $1 വരുന്ന ഒരു ഫോട്ടോ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു നാണയത്തിന്റെ ബാക്കിൽ വരാൻ പോകുന്ന ഒരു വ്യക്തിയുണ്ട്. അതാരെന്നറിയാവോ? സ്റ്റീവ് ജോബ്സ്. യെസ്, 2026 വരാൻ പോകുന്ന $1 അല്ലെങ്കിൽ $1 ഈ പറഞ്ഞ കോയിനിൽ സ്റ്റീവ് ജോബ്സ് വരാൻ വേണ്ടി കാലിഫോർണിയ ഗവർണർ ഓൾറെഡി അതിന് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 മോഡല് ഇപ്പോൾ തന്നെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ 2026 ഈ പറഞ്ഞ $1 കോയിൻ ഈ പറഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഇറങ്ങാൻ പോകുന്നത്. ഇത് വരാനുള്ള കാരണം അമേരിക്കൻ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്കായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു കോയിൻ പാറ്റേണിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കോയിൻ കാറ്റഗറി, അമേരിക്കൻ ഇന്നോവേഷൻ എന്ന കോയിൻ കാറ്റഗറിയിലേക്കായിരിക്കും സ്റ്റീവ് ജോബ്സിന്റെ ഫേസ് വെച്ചിട്ടുള്ള ആ ഒരു ഡോളർ വരാൻ പോകുന്നത്. സോ ഈ ഒരു ന്യൂസ് വീഡിയോയിൽ കുറേയധികം പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള ആപ്പിൾ അപ്ഡേറ്റ്സ് റെഗുലറായിട്ട് കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ആൻഡ് താങ്ക് യു സോ മച്ച് for watching this whole video. This is Yabin Savior signing from Evika.